നമസ്കാരം സർ. ഒരുപാട് വെയിറ്റ് ചെയ്യിച്ചു ഞാൻ. അധികാരത്തിന് വേണ്ടി 10 വർഷം ഞാൻ വെയിറ്റ് ചെയ്യാ. പിന്നെയല്ലേ 10 മിനിറ്റ് ഇരിക്കേ. സിഎം ഇത്തവണ ഇയാൾ തന്നെ വരാനാ ചാൻസ്. വരരുത്. പദവിയില്ലാത്ത പൊളിറ്റീഷ്യൻസും പൗരുഷമില്ലാത്ത ആണുങ്ങൾ ഒരുപോലെ ഫറൂഖ്. കറക്റ്റാ. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ പറ്റില്ല. അതെ. വഴിയുണ്ടോ? നിങ്ങളൊക്കെ എന്റെ കാല് വാരില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ. അയ്യോ, അങ്ങനെ കരുതരുത് സർ. എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇത്തവണ നമുക്ക് അടിക്കണം ഫറൂഖ്. ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഓൾറെഡി പത്രക്കാർ നമ്മൾ മറന്നു കഴിഞ്ഞു. ഇനി ജനങ്ങളോട് മറന്നാൽ എന്താവും? വിഷമിക്കേണ്ട സാർ. വോട്ട് കാശ് കൊടുത്താൽ കിട്ടില്ലേ? ഇല്ലെങ്കിൽ ബോട്ടിൽ ഒഴുക്കാലോ. ഫുള്ളായിട്ട് കുടിച്ചു കിടന്ന് ഉറങ്ങും. വോട്ട് ചെയ്യാൻ ആരും വരില്ല. മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് കുറെ കള്ളവോട്ട് ചെയ്യിക്കരുതോ? പ്രതിപക്ഷത്തിരിക്കുന്ന ഈ നമ്മൾ പവർ കൈവരിക്കാൻ വേറെ എന്താ ചെയ്യാ ബാസി? അവനെ സൈലന്റ് ആക്കിയാലോ? അങ്ങനെ ചെയ്താ അവന്റെ ഫോട്ടോ വെച്ച് അവന്റെ ഭാര്യ CM ആവും. പിന്നെ എന്ത് ചെയ്യാനാ? എന്നെ കൊല്ലണം. ഒരു ചെറുക്കം 10ാം ക്ലാസ് തോറ്റ് വീട്ടിൽ വന്നാ അവനെ എല്ലാവരും വഴക്ക് പറയും. എന്നാൽ റിസൾട്ട് കാണിച്ച് അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ജനങ്ങളൊക്കെ എന്തിനത് ചെയ്യുന്നുവെന്ന് ചോദിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അവനെ. ഫസ്റ്റ് കേസിൽ അവൻ പരീക്ഷ പാസ്സാവാത്തതുകൊണ്ട് ദേഷ്യമുണ്ടാവും എല്ലാവർക്കും. സെക്കൻഡ് കേസിലോ എല്ലാവർക്കും സഹതാപമായിരിക്കും അവനോട്. എനിക്കും അതാ വേണ്ടത്, സഹതാപം. എന്റെ നേർക്കൊരു കൊലപാതക ശ്രമം നടക്കണം. പക്ഷെ ഞാൻ മരിക്കരുത്. ഫറൂഖ്, വരുന്ന 10ാം തീയതി നമ്മുടെ പാർട്ടിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അതേ ദിവസം തന്നെ അറ്റംപ്റ്റ് നടന്നിരിക്കണം. എന്നെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യിക്കുന്നു. TV-ക്കാരത് വന്ന് കവർ ചെയ്യുന്നു. അത് കണ്ട് എന്റെ ചില ആരാധകർ മണ്ണെണ്ണയൊഴിച്ച് അന്ന് ആത്മഹത്യ ചെയ്യുന്നു. എന്റെ ഇലക്ഷൻ പ്രചരണം ഹോസ്പിറ്റലിൽ നിന്ന് ആരംഭിക്കും. സ്ട്രക്ചറിൽ കിടന്ന് ഇന്റർവ്യൂ കൊടുക്കും ഞാൻ. വീൽ ചെയറിൽ പോയി വോട്ടുകൾ നേടും. വണ്ടർഫുൾ ഐഡിയ. വീൽ ചെയർ ടു CM ചെയർ. വളരെ പ്ലാൻ ചെയ്ത് വേണോ അത്? എന്തുകൊണ്ട്? കൊല്ലാനാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആളെ കിട്ടും സർ. ബീഹാറിൽ നിന്ന് വരെ വന്ന് കൊന്നിട്ട് പോകും. എന്നാൽ നിങ്ങൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ പ്രൊഫഷണൽസ് തന്നെ വേണം. എത്ര ചെലവായാലും വേണ്ടില്ല. അങ്ങനെയുള്ളവരെ വിളിച്ചു വരുത്ത്. വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല സർ, ഇവിടെ തന്നെയുണ്ട്. അത് ശരിയാ. നമ്മുടെ നാട് വളരെ ഡെവലപ്പായിട്ടുണ്ട്. എന്ത് വേണേലും ഇവിടെ കിട്ടുമല്ലോ. ഇവിടെ ആരാ?